കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. ശക്തമായ മഴയെ തുടർന്ന് മൂവാറ്റുപുഴ നഗരത്തിലെ വെള്ളം കയറിയ വിവിധ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി നഗരസഭ അധികൃതർ. ഇലാഹിയ നഗർ, മൂവാറ്റുപുഴ താലൂക്ക് ഹോമിയോ ആശുപത്രി എന്നിവിടങ്ങളിൽ നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി. ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കും. ശക്തമായ മഴ മൂലം മൂവാറ്റുപുഴ നഗരത്തിലെ വിവിധയിടങ്ങളിൽ വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നഗരസഭാ അധികൃതർ സന്ദർശനം നടത്തി. വെള്ളം കയറിയ വീടുകൾ ഇലാഹിയ നഗർ, മൂവാറ്റുപുഴ സർക്കാർ താലൂക്ക് ഹോമിയോ ആശുപത്രി എന്നിവിടങ്ങളിലാണ് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തിയത്. കഴിഞ്ഞ രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിലാണ് ഇലാഹിയ നഗറിലെ 25ഓളം വീടുകളിൽ വെള്ളം കയറിയത്. നഗരസഭയിൽ നടത്തിയ അടിയന്തര യോഗത്തിന് ശേഷമാണ് നഗരസഭാ സംഘം വെള്ളം കയറിയ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയത്. വെള്ളം കയറിയ വീടുകളിലുള്ള ആളുകളെ സുരക്ഷിതമായി JB സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റിയതായി നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. ഇതിപ്പോൾ ഇന്ന് ഇലാഹിയ നഗറിൽ 25ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ അടിയന്തര നടപടികൾ നഗരസഭ സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാർഡ് കൗൺസിലർ ഷഹന മാഹിനും അതുപോലെ തന്നെ ആശാ വർക്കറുടെയും നിരന്തരമായ ഇടപെടൽ കൃത്യമായിട്ടും ഈ ഒരു ഏരിയയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 25 വീടുകളിലുള്ള ആളുകൾക്ക് രാവിലത്തെ ഭക്ഷണം ക്രമീകരിക്കുകയും അതോടൊപ്പം തന്നെ JB സ്കൂളിലേക്ക് താൽക്കാലികമായിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ അങ്ങോട്ടേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴും ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഞങ്ങളിപ്പോൾ വന്നതിന് ശേഷം ഒരു അടിയോളം വീണ്ടും ഉയർന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നിരുന്നാൽ കൂടിയും പേടിക്കേണ്ടതില്ല എന്നുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നിലവിൽ ആളുകളെ വെള്ളം കയറുന്ന വീടുകളിൽ നിന്ന് മാത്രം നമ്മൾ സുരക്ഷിതമാക്കി മാറ്റുന്നു. അതുപോലെ തന്നെ ബാക്കി എല്ലാ ഏരിയകളിലും വെള്ളം കയറാൻ സാധ്യതയുള്ള എല്ലാ ഏരിയകളിലും നഗരസഭ കൃത്യമായിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടുമുണ്ട്. മൂവാറ്റുപുഴയാറിന്റെയും തൊടുപുഴയാറിന്റെയും തീരങ്ങളിൽ വസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. നദികളിൽ ഇറങ്ങുന്നതും മീൻ പിടിക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.